വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. കെ.വി. പ്രസാദ് എന്ന ഞാൻ ഇന്ന് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹനിർഭരമായ യാത്രയപ്പിൽ നിറഞ്ഞ സംതൃപ്തിയോടെ നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണമായ എൻ്റെ ഗുരുനാഥനും പിതൃതുല്യനുമായ ഈ വിദ്യാലയത്തിൻ്റെ മുൻ കാര്യദർശി പരേതനായ ശ്രീ ഗോപി മാഷിനെ അനുസ്മരിച്ചുകൊണ്ടേ എനിക്ക് തുടങ്ങാനാവും. 55 വർഷമായി തൃപ്പനച്ചി ഗ്രാമത്തിന്റെ നാഡീസ്പന്ദനങ്ങൾ അറിഞ്ഞവനാണ് ഞാൻ. ഒരു സാധാരണ കുടുംബത്തിൽ 1970 മെയ് 21 ശ്രീ കെ.വി. അയ്യപ്പന്റെയും ശ്രീമതി പി. വിജയലക്ഷ്മിയുടെയും മൂത്തപുത്രനായി ജനിച്ച ഞാൻ ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഉപരിപഠനം പൂക്കൾത്തൂർ ഹൈസ്കൂളിൽ നിന്നും മഞ്ചേരി NSS കോളേജിൽ നിന്നും നേടി. കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിനിടയിലാണ് പിതാവിന്റെ ആത്മസുഹൃത്തായിരുന്ന ഗോപി മാഷിന്റെയും പ്രത്യേക വാത്സല്യപ്രകാരം 1990 രാമനാട്ടുകര സേവാമന്ദിരം ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അധ്യാപന പരിശീലനം നേടിയത്. തുടർന്ന് 1990 സെപ്റ്റംബർ 12 ഈ വിദ്യാലയത്തിലെ താൽക്കാലിക ഒഴിവിൽ എന്നെ ഗോപി മാസ്റ്റർ അധ്യാപകനായി നിയമിച്ചു. 5 വർഷത്തോളം താൽക്കാലിക ഒഴിവിൽ വിവിധ കാലയളവിൽ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. 1995 ജൂൺ 5 സ്ഥിര നിയമനം നൽകുകയും ചെയ്തു. ഇതിൽ പ്രധാന പങ്കുവഹിച്ച അന്നും ഇന്നും എനിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒ.പി.കെ. ഗഫൂർ മാഷിനെ നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ പഠനകാലത്തും പിന്നീടും തന്റെ സുഹൃത്തിന്റെ മകനായ എന്നോട് പ്രത്യേക വാത്സല്യം കാണിച്ചിരുന്ന ഗോപി മാഷിന്റെ ആഗ്രഹപ്രകാരം എനിക്ക് വിദ്യാലയത്തിൽ ജോലി ലഭിച്ചത് മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സ്കൂളിലെ ചിട്ടയായ പ്രവർത്തനത്തിനും ഓഫീസ് പ്രവർത്തനത്തിലെ കൃത്യതയിലും സൂക്ഷ്മതയിലും എന്റെ ഗുരുനാഥന്മാരായ അന്നത്തെ പ്രധാന അധ്യാപകരായിരുന്ന ശ്രീ രാമരട്ടി മാസ്റ്ററുടെയും വർഗീസ് മാസ്റ്ററുടെയും ഉപദേശ നിർദ്ദേശങ്ങളും സ്നേഹപൂർവ്വമുള്ള ശാസനകളും എന്നിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിന് ഭംഗം വരുത്താത്ത രീതിയിൽ ഇതുവരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കുറപ്പുണ്ട്. താൽക്കാലിക അധ്യാപകനായി ജോലി ചെയ്തിരുന്ന അവസരങ്ങളിൽ സ്റ്റോറിന്റെ പ്രവർത്തനത്തിൽ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഗഫൂർ മാഷിനെ സഹായിച്ച പരിചയം കൊണ്ടാവാം 1997 മാർച്ചിൽ എന്നെ ഈ സഹകരണ സംഘത്തിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ജില്ലയിലെ മികച്ച സഹകരണ സംഘങ്ങളിൽ ഒന്നായിരുന്ന നമ്മുടെ സ്കൂൾ സഹകരണ സംഘത്തെ മികച്ച സംഘമായി തന്നെ നിലനിർത്തുന്നതിനും സംഘത്തെ വലിയ സ്ഥാപനമാക്കി മാറ്റുന്നതിനും എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. തുടർന്ന് വരുന്ന ഭരണസമിതിക്കും സെക്രട്ടറിക്കും ഈ സംഘത്തെ നല്ല നിലയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സഞ്ജയിക പദ്ധതി ആരംഭിച്ചപ്പോൾ അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനറായും 3 വർഷത്തോളം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഈ വിദ്യാലയത്തിലെ 11 ഹെഡ്മാസ്റ്റർമാരുടെ കീഴിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ എൻ്റെ ഗുരുനാഥന്മാരായിരുന്ന രാമരട്ടി മാസ്റ്ററുടെയും വർഗീസ് മാസ്റ്ററുടെയും കീഴിൽ ജോലി ചെയ്തു. തുടർന്ന് ആനിയമ്മ ടീച്ചർ, ഗഫൂർ മാസ്റ്റർ, ക്രിസ്തു മാസ്റ്റർ, ജോൺ മാസ്റ്റർ, സേതു മാസ്റ്റർ, മഞ്ജുള ടീച്ചർ, പാത്തുമ്മ ടീച്ചർ, മിനി ടീച്ചർ, ഇപ്പോൾ സുധ ടീച്ചർ ഈ ഹെഡ്മാസ്റ്റർമാരുടെ കീഴിൽ അന്നന്ന് ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ചരിതാർത്ഥ്യമുണ്ട്. ഉപജില്ലയിലെയും ജില്ലയിലെയും കലാകായിക ശാസ്ത്രമേളകളിൽ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞു. തിരൂർ, കൊല്ലം, മലപ്പുറം, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒഫീഷ്യലായി പങ്കെടുക്കാൻ കഴിഞ്ഞത് സർവീസ് കാലയളവിൽ ഏറെ നല്ല അനുഭവങ്ങൾ സ്വായത്തമാക്കാൻ സഹായിച്ചു. അധ്യാപക സർവീസ് സംഘടനാ രംഗത്ത് ഗഫൂർ മാഷിന്റെ കൂടെ ഏറെ കാലം പ്രവർത്തിച്ചത് ജില്ലക്കകത്തും പുറത്തും ഏറെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെ എൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഈ വിദ്യാലയത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ടാകാം. എൻ്റെ എല്ലാ സഹപ്രവർത്തകരും അത്തരത്തിലുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ഈ വിദ്യാലയത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് 35 അധ്യാപകരും 1200 കുട്ടികളും ഉണ്ടായിരുന്നത് ഇപ്പോൾ 74 അധ്യാപകരും 3000-നടുത്ത കുട്ടികളുമായി ഈ സംസ്ഥാനത്തെ തന്നെ മികച്ച വിദ്യാലയമായി ഉയർന്നു നിൽക്കുന്നത്. അർപ്പണ മനോഭാവമുള്ള ഇവിടുത്തെ അധ്യാപകരും നിലവിലെ മാനേജ്മെന്റും
ഒത്തുചേർന്ന് ഈ വിദ്യാലയം ഇനിയും ഒട്ടേറെ കാലം ഈ ഗ്രാമത്തിന്റെ മുഖം നിർണയിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായി തിളങ്ങുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. 31 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ മറക്കാൻ പറ്റാത്തതും ചിരിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പല കഥാപാത്രങ്ങളും നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുണ്ട്. എന്നെ 1ാം ക്ലാസ്സിലേക്ക് വീട്ടിൽ നിന്നും കൈപിടിച്ചു കൊണ്ടുവന്നിരുന്ന ചിന്നമ്മ ടീച്ചർ, 1ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയ അധ്യാപകരായിരുന്ന കുഞ്ചു മാസ്റ്റർ, നാരായണ മാസ്റ്റർ തുടങ്ങി നമ്മെ വിട്ടുപിരിഞ്ഞ എല്ലാ ഗുരുനാഥന്മാർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. എൻ്റെ കുടുംബ ഭദ്രതയ്ക്ക് കാരണമായത് ഈ സ്ഥാപനമാണ്. പുത്തൂർപള്ളിക്കൽ സ്വദേശി സുജിതയാണ് എൻ്റെ ജീവിത പങ്കാളി. അവർക്കും ഗോപിമാഷി വിദ്യാലയത്തിൽ ജോലി നൽകിയിരുന്നത് നന്ദിയോടെ ഓർക്കുന്നു. ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കെ PSC നിയമനം ലഭിച്ച് ഇപ്പോൾ മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ മലയാളം അധ്യാപികയാണ്. ഞങ്ങൾക്ക് 2 ആൺമക്കളാണുള്ളത്. 2 പേരും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെ. മൂത്ത മകൻ അഭിനവ് അസാമിലെ സിൽച്ചാർ NITയിൽ നിന്നും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദം നേടി. 2ാമത്തെ മകൻ അഭിനന്ദ് ത്രിപുരയിലെ അഗർത്തല NITയിൽ ബിടെക് 1ാം വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. സഹോദരങ്ങളായ സജീവും പുഷ്പയും ഹെൽത്ത് ഇൻസ്പെക്ടർമാരായി ജോലി ചെയ്യുന്നു. അക്ഷരമധുരം നുകർന്ന വിദ്യാലയത്തിൽ തന്നെ അധ്യാപനം നടത്താൻ കഴിഞ്ഞതും അറിവിന്റെ വെളിച്ചം പകർന്നു തന്ന ഗുരുനാഥരോടൊപ്പം ജോലി ചെയ്യാനായതും ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ തോളിൽ കൈയിട്ട് സുഹൃത്തുക്കളായി നടക്കാൻ സാധിക്കുന്നതും എൻ്റെ ജീവിതത്തിലെ ഭാഗ്യങ്ങളായി ഞാൻ കണക്കാക്കുന്നു. 90-ലെ 2A ക്ലാസ് അധ്യാപകനായി വന്നപ്പോഴുള്ള വിദ്യാർത്ഥികളിൽ അധികവും ഇന്ന് എൻ്റെ നല്ല സുഹൃത്ത് വലയത്തിലുള്ളവരാണ് എന്നത് ഏറെ സന്തോഷം പകരുന്നു. തുടർന്ന് 7G ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനായി, 7ാം ക്ലാസ്സിലെ ഗണിതാധ്യാപകനായി, ഇപ്പോൾ 7D ക്ലാസ്സിലെ ക്ലാസ് അധ്യാപകനായി, ഗണിതാധ്യാപകനായി തുടരുന്നു. ഓർമ്മകളിൽ നിന്നും ഓർമ്മകളിലേക്ക് കാലം വഴുതി വീഴുമ്പോഴും മനസ്സിന്റെ ആഴങ്ങളിൽ എന്നും ഉണ്ടാകും ഈ വിദ്യാലയവും അധ്യാപന കാലവും. ഇനിയും ഒരു ജന്മമുണ്ടായാൽ അതും ഗണിതാധ്യാപകനാകാൻ കൊതിക്കുന്ന ഒരു മനസ്സുമായി ഈ സരസ്വതി നിലയത്തോട് വിട ചൊല്ലുമ്പോൾ പോയ വർഷങ്ങളിൽ അധ്യാപന ജീവിതവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ മനസ്സിലൂടെ ഒഴുകിയെത്തുന്നു. സുഹൃത്തുക്കൾ, ശിക്ഷകണങ്ങൾ, മാറി മാറി വന്ന പ്രധാന അധ്യാപകർ, മാനേജ്മെന്റുകൾ, രക്ഷിതാക്കൾ, സഹപ്രവർത്തകർ, അതിലുപരി സുഹൃത്തുക്കളായ ശിഷ്യഗണങ്ങൾ, ആ നിര അങ്ങനെ നീണ്ടുപോകുന്നു. ഇത്രയും വലിയൊരു വിദ്യാലയത്തിൽ ജോലി ചെയ്യാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി കരുതുന്നു. ഈ സ്ഥാപനത്തിന്റെ നന്മയ്ക്കായി എന്നും പ്രാർത്ഥനയോടെ അനിവാര്യമായ വേർപിരിയലിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.